राधा कुंज बिहारी, जय राधा माधव कुंज बिहारी। गोपी जन वल्लभ गिरिवरधारी, गोपी जन वल्लभ गिरिवरधारी, यशोदानंदन दानंदन व्रज जनरंजन, यमुना तीरवनचारि, जय राधा माधव कुंज बिहारी, जय राधा माधव कुंज बिहारी। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. ദക്ഷിണമാതാജി പണം ഇനി എടുക്കണം. ബാക്കിയെല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പൊ ഇതുവരെ നമ്മൾ കണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ ഈ ശ്ലോകം വരെ നമ്മൾ എന്തൊക്കെയാണ് കണ്ടിരുന്നത്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് വൈഡൂര്യ കല്ലിന്റെ നിറങ്ങൾ വരുന്നത് പോലെ ഭഗവാൻ അവതാരങ്ങൾ ഉണ്ടാകുന്നു എന്ന് മാതാജി പറഞ്ഞു. അതെ. പിന്നെ ഭഗവാന്റെ സന്തത സഹചാരികളെല്ലാം ഭഗവാന്റെ അവതാര സമയത്ത് ഭഗവാന്റെ കൂടെ ഭൂമിയിലേക്ക് വരുന്നുണ്ടെന്നും പറഞ്ഞു. അർജുനൻ ഒരു സന്തത സഹചാരിയാണ്. നമ്മൾ ഹരേ കൃഷ്ണ. അറിയാവുന്നത്ര പറയൂ. നമ്മുടെ ജീവിതാന്ത്യത്തിൽ നമ്മൾ ഭഗവാനിലേക്ക് സമർപ്പിച്ച് ജീവിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഭഗവാനിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. എല്ലാ ഭൗതികതയിൽ നിന്നും നമ്മൾ നമ്മുടെ മനസ്സിനെ ഭഗവാന്റെ വാസുദേവനിൽ സമർപ്പിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാനിൽ എത്താൻ പറ്റുള്ളൂ. മറ്റുള്ളവരൊന്നും കാണില്ല. ഗുരുക്കന്മാരെല്ലാം നമ്മൾക്ക് എല്ലാം പറഞ്ഞു തന്ന് മനസ്സിലാക്കും. അവസാനം നമ്മൾക്ക് ഭഗവാനിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ മാത്രം വിചാരിച്ചാലേ നടക്കൂ. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിക്കണമെന്നും മാതാജി പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ. എനിക്ക് അത്ര മനസ്സിലായ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. മനസ്സിലാകുന്നത് എന്തോ അത്രയും പറയാനുള്ള ഒരു അതാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. അപ്പൊ മാതാജി പറഞ്ഞതുപോലെ സത്തയിൽ മാറ്റമില്ലാതെ നിറം മാറുന്ന വൈഢൂര്യ കല്ല് പോലെയാണ് ഭഗവാൻ എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പം ഭഗവാന് അതുപോലെ നിറം മാറുന്ന ഒരു വൈഢൂര്യക്കല്ല് പോലെയാണ് ഭഗവാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഏത് രൂപത്തിൽ വരുമ്പോഴും നമുക്ക് എന്തറിയാം ഭഗവാനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ശക്തി ഭഗവാൻ തരും. എങ്ങനെ? യഥാർത്ഥമായി നമ്മൾ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, യഥാർത്ഥമായി ഭഗവാനെ വിശ്വസിക്കുകയാണെങ്കിൽ, എവിടെ ഏത് രൂപത്തിൽ നിൽക്കുമ്പോഴും ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എക്സാമ്പിൾ പറയൂ. എക്സാമ്പിൾ ആർക്ക് പറയാം? ഹരേ കൃഷ്ണ. ഏത് രൂപത്തിൽ നിൽക്കുകയാണെങ്കിലും. മണ്ഡൂബ മുനിയുടെ കഥ മാതാജി പറഞ്ഞിരുന്നു. അറിയാവുന്ന ഈസി ആയിട്ട് പറയാൻ കഴിയുന്ന ഒന്നുണ്ട്. നമ്മൾ എന്നും രാവിലെ വിളിക്കുന്നത് ആരെയാണ്? നരസിംഹമൂർത്തി ഭഗവാനെ വിളിക്കും ഇല്ലേ? നരസിംഹമൂർത്തി ഭഗവാൻ എങ്ങനെ വന്നു? ആ ഒരു പകുതി മനുഷ്യനും പകുതി നരസിംഹമായിട്ട് അതാ വന്നു. ഈ തൂണിലുണ്ടോ? ഉണ്ട്. തൂണിലുണ്ടെന്ന് പറഞ്ഞു ഉടനെ തന്നെ അത് സത്യമാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ആ തൂണുള്ളർന്ന് നരസിംഹമൂർത്തി ഭഗവാൻ വന്നു. വന്നപ്പോഴേ ആർക്കും മനസ്സിലായില്ല ആരാ അവിടെ നിന്നത്? ഹിരണ്യകശിപുവിന് അതെന്ത് വികൃത രൂപമാണ്, ഇത് ആരാണ്, ഇത് ഭഗവാനാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തേ ഉള്ളൂ? എന്റെ ശത്രു ശംഖചക്ര ഗദാധാരിയായിട്ട് ഹിരണ്യാക്ഷനെ വധിക്കാൻ വന്നതുപോലെ ഇവിടെ വരും എന്നുള്ള ചിന്തയുള്ളൂ. അത് ഇവിടെ കാണുന്നത് എന്താണ്? ഒരു വല്ലാത്ത രൂപം. അത് കണ്ടപ്പോഴും ആർക്ക് മനസ്സിലായി?
പ്രഹ്ലാദന് മനസ്സിലായി. പിന്നെ ബാക്കി എല്ലാവരും ഭയന്നു. ഇവൻ ബ്രഹ്മാവ് പോലും, ലക്ഷ്മി ദേവി പോലും പറഞ്ഞു ഇതെന്റെ ഭർത്താവല്ല, ഈ രൂപത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു, അല്ലേ? പക്ഷേ ആ കൊച്ചുകുട്ടി, കേവലം വളരെ കൊച്ചുകുട്ടി, അദ്ദേഹത്തിന് എന്ത് സാധിച്ചു? ഭഗവാനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പം എങ്ങനെ വേണേലും വൈഡൂര്യക്കൽ പോലെ ഏതെങ്കിലും നിറമാകട്ടെ, ഏതെങ്കിലും രൂപമാകട്ടെ, എങ്ങനെയോ ആകട്ടെ, വരുമ്പോൾ എവിടെ വെച്ചായാലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയണം. പിന്നെ പണ്ട് ഗുരു പറയും, പ്രഭുസൊക്കെ പറയും, എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മളെ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ്, നമ്മൾ അടുത്തിരിക്കുകയാണ്, ഭഗവാൻ അടുത്തിരിക്കുകയാണ്. ഇപ്പം ഏകദേശം 100 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നാലും നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം നമ്മൾ എന്താണ്, നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് ഒരു ധാരണയുണ്ട്. ആ ധാരണയ്ക്ക് അപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ കഴിയുകയില്ല. നമ്മുടെ കൂടെ വന്നിരിക്കുമോ, നമുക്കതിനെന്തുണ്ടോ? പക്ഷെ ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്രമാത്രം ഭഗവാനെ ആശ്രയിക്കുന്നു, ഏത് രീതിയിൽ ആശ്രയിക്കുന്നു, ആ രീതിയിൽ ഭഗവാൻ എങ്ങനെയാണോ, എവിടെ വെച്ച് എങ്ങനെ വേണം നമ്മളെ സഹായിക്കാൻ എന്നുള്ള ആ ഒരു അത് മനസ്സിലാക്കിയെടുക്കാൻ, അത് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണ്? വേദേഷു ദുർലഭം അദുർലഭം ആത്മഭക്തവും. അപ്പം ആ വേദത്തിൽ അത് പറഞ്ഞിരിക്കുന്ന ഉണ്ടത്, പക്ഷേ അതെന്താണ്? ദുർലഭമാണ്, അത് മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസമാണ്. പക്ഷേ ആത്മഭക്തന്മാർക്കത് അദുർലഭമാണ് എന്ന് ഞാൻ പറഞ്ഞു, അല്ലെ? അതുപോലെ അർജുനനെ പല സമയത്തും കൃഷ്ണൻ പറഞ്ഞു കൊടുത്ത്, ആദ്യമൊക്കെ എന്ത് ചെയ്തു, എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെ അവരെ കൊല്ലും, ഏത് രീതിയിൽ കൊല്ലും, കൂടെ നിൽക്കുന്നത് ഭഗവാനാണെന്ന് പോലും അന്നേരം, പക്ഷെ നമ്മളെ കളിപ്പിക്കാനാണ്. എന്നിരുന്നാൽ തന്നെയും അർജുനൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്നിരുന്നാൽ തന്നെയും അവിടെ വെച്ച് പറയുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ കാട്ടിപ്പോയി എന്ത് ചെയ്തോളാം, ഭിക്ഷാടനം, അല്ലെങ്കിൽ കാട്ടിപ്പോയി ജീവിച്ചോളാം, അല്ലെങ്കിൽ ഭിക്ഷാടനം നടത്തിക്കോളാം, എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ എന്നൊക്കെ പറയുമ്പോഴും അവിടെ ഭഗവാനാണ് കൂടെ നിൽക്കുന്നതെന്ന് നമ്മളോട് പറയുന്നില്ല, ചിന്തിക്കുന്നേ ഇല്ല എന്നുള്ള രൂപത്തിലാണ് നമുക്കിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്, അല്ലെ? നമ്മുടെ ഒരു അവസ്ഥയാണ് അവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. പക്ഷേ ആ സ്ഥിതിയിൽ ഞാനല്ല ചിന്തിക്കേണ്ടത്, ഞാനല്ല ഇതേക്കുറിച്ചൊക്കെ കാണേണ്ടത്. പക്ഷെ വേറൊരവസ്ഥയിൽ ഭഗവാൻ പറഞ്ഞു, അർജുന, നീ എന്താണ് ഈ കിടന്നുറങ്ങുന്നത്? നിനക്ക് നാളെ രാവിലെ എന്താണ്, നിന്നെ വധിക്കാനായിട്ട് ആൾക്കാർ വരും. ജയദ്രഥന്റെ ഒക്കെ കഥ പറയുമ്പോ നമുക്കറിയാം, അല്ലെ? അപ്പൊ ആ സമയത്ത് നിനക്ക് മരിക്കേണ്ടി വരും, നിനക്ക് അഗ്നിയിൽ ചാടി നാളെ മരിക്കേണ്ടി വരും. അതുകൊണ്ട് നീ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അർജുനൻ പറയുന്നുണ്ട്, എന്ത് പറയുന്നുണ്ട്? ഞാൻ എന്തിനാ കഷ്ടപ്പെടുന്നത്? എന്റെ കൂടെ അങ്ങില്ലേ, അങ്ങുണ്ടല്ലോ, പിന്നെ എന്തിനാ ഞാൻ കഷ്ടപ്പെടാൻ പോകുന്നത്? ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഭഗവാനാണ് എന്നെ സംരക്ഷിക്കും. കാരണം സർവ്വതും ഭഗവത് പാദപത്മത്തിൽ അങ്ങ് അർപ്പിച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അവിടേക്ക് പിന്നെ ഒരു കിട്ടുന്നതൊക്കെ ഭഗവാനുള്ളത്, ചെയ്യുന്നതൊക്കെ ഭഗവാനുള്ളത്, കാണുന്നതൊക്കെയും കാണുന്നതെല്ലാം ഭഗവാനല്ലാതെ വേറൊന്നും അവിടെ ഇല്ല എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ എത്തിയ ഭക്തന്മാർക്ക് അവർക്ക് പിന്നെ വിഷമിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ് നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഭഗവാനെ പ്രകാശ വിഗ്രഹമായിട്ട് വന്നാലും, വിലാസ വിഗ്രഹമായിട്ട് വന്നാലും, സ്വയം രൂപത്തിൽ വന്നാലും, എങ്ങനെ വന്നാലും മനസ്സിലാക്കാൻ ശുദ്ധ ഭക്തന്മാർക്ക് കഴിയും എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മളെ എന്തുകൊണ്ടാണ് നമുക്ക് ഇതൊന്നും മനസ്സിലാക്കാതെ പോകുന്നത്? നമുക്ക് 4 ഡിഫക്ട്സ് ഉണ്ട്. എന്തൊക്കെയാണ് ഡിഫക്ട്സ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 4 ന്യൂനതകൾ നമുക്കുണ്ട്. നമുക്കിതൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നു. എവിടെ, എന്തൊക്കെ കാരണം കൊണ്ട്? പലതും നമുക്കറിയത്തില്ല. നമ്മൾക്ക് ഭ്രമമുണ്ടാകുന്നു, പ്രമാദരൂപം ഉണ്ടാകുന്നു, വിപ്രലപ്സ ഉണ്ടാകുന്നു, കരണപാടവം. ഈ 4 കാര്യങ്ങൾ നമ്മളെ ചുറ്റിപ്പറ്റി, മനുഷ്യനെ ചുറ്റിപ്പറ്റി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ഈ കർണപാടവം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം എന്താണ്? ഇംപെർഫെക്റ്റ് ആണ്, ഒട്ടും തന്നെ പെർഫെക്റ്റ് അല്ല, പൂർണ്ണമല്ല നമ്മുടെ ഇന്ദ്രിയങ്ങള്. അപ്പം മനസ്സാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നമുക്ക് നമ്മുടെ ചിന്താഗതികളൊന്നും പൂർണ്ണമല്ലാതെ ഇരിക്കും. ആ പൂർണ്ണമല്ലാതെ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നു? ഭ്രമത്തിൽ നമ്മളിൽ ഒരു ഇല്യൂഷൻ ഉണ്ടാകും, മായയിൽ നമ്മൾ ഏർപ്പെട്ടു പോകും. അങ്ങനെ വരുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യുന്നു? പല തെറ്റുകളും നമ്മളിൽ ഉണ്ടാകുന്നു. തെറ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വേറൊരാൾ കാണുമല്ലോ എന്ന് വിചാരിച്ച്, വേറൊരാൾ അറിയുമല്ലോ എന്ന് വിചാരിച്ച് അതിനെ മറയ്ക്കാൻ നോക്കും. അങ്ങനെ മറയ്ക്കാൻ നോക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മളെ ഉദ്ദേശിച്ചതുപോലെ അല്ല വരുന്നത്, അതിനെ തെറ്റി നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നു. നമ്മുടെ മനസ്സിൽ പല തെറ്റുകളും ഉണ്ടാകും. ആ തെറ്റിയതും നമുക്ക് ശരിയായില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും. കാരണം നമ്മളിലെ എന്തുണ്ടാകുന്ന, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കഴിവുകേടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും.
പ്രമാദം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ ഉണ്ടാകും. ആ തെറ്റ് വരുമ്പോൾ നമ്മൾ അതിനെ മറയ്ക്കാൻ നോക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മുടെ ഭയത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മുടെ മനസ്സിന് ഒരു ധൈര്യം കിട്ടാതെ വരും. അപ്പം അത് ശരിയാകത്തില്ല. ശരിയാകാതെ വരുമ്പോൾ നമുക്ക് ദേഷ്യവും വരും. അപ്പൊ അങ്ങനെ ഒരു പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ശരിക്ക് പ്രവർത്തിക്കാൻ നമ്മുടെ ഈ പ്രകൃതത്തിൽ ചിലപ്പോൾ സംഭവിക്കാതെ വരികയും ചെയ്യും. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാനാണ് നമുക്ക് ഈ ഭാഗവതവും ഭഗവാന്റെ ലീലകളും ഇതെല്ലാം നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിലൊക്കെ നമ്മളെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ മാതാജി ഒന്നുകൂടെ പറയണേ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ പൂർണ്ണമല്ലാത്തതുകൊണ്ട് നമ്മൾ തെറ്റുകൾ ചെയ്യുന്നു മാതാജി. തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താ മായയിൽപ്പെട്ടു പോകും. നമ്മളെ എന്താ ഒരു ഇല്യൂഷൻ, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത ഒരു ഭാവത്തിൽ നമ്മൾ വിടും. അപ്പം വരുമ്പം കാരണം നമ്മുടെ മനസ്സ് പെർഫെക്റ്റ് അല്ല, മനസ്സ് ഇന്ദ്രിയങ്ങളും പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ട്. അപ്പം നമ്മൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും. നമുക്ക് എന്ത് ചെയ്യണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണോ, എന്താ പറയേണ്ടത് പറയുകയാണെന്ന് വിചാരിച്ചോളൂ, എന്താ പറയേണ്ടത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിലുണ്ടാകുന്നു. അപ്പൊ നമുക്ക് എന്ത് വരണം, നമ്മൾ തെറ്റുപറ്റി എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുമ്പം നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യാതെ അതിനെ മറയ്ക്കാൻ നോക്കും. കാരണം എന്താ, മറ്റുള്ളവർ കേട്ടാൽ നമുക്ക് നാണക്കേടാണല്ലോ എന്നുള്ള ചിന്താഗതിയിൽ നമ്മൾ അതിനെ മറയ്ക്കാൻ നോക്കും. അതും പറ്റുന്നില്ല എങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്ത് വരും, ശരിക്കും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അവിടെ ദേഷ്യം നമ്മുടെ മനസ്സിലേക്ക് വരും. ശരിക്കും പ്രവർത്തിക്കാനുള്ള ആ ഒരു രീതി നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. അപ്പം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റായി ഭവിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ സാധാരണ യഥാത്മാക്കളുടെ ന്യൂനതകളെന്ന്. ഒരുപാട് ന്യൂനതകളുണ്ട്, അക്കൂട്ടത്തിലെ പ്രധാനപ്പെട്ട അത് ഒഴിവാക്കി പറഞ്ഞ മാതാജി, ഒറ്റ വാക്കി പറഞ്ഞാല് ഇന്ദ്രിയങ്ങൾ പൂർണ്ണമല്ല, പിന്നെ ഇന്ദ്രിയങ്ങൾ പൂർണ്ണമല്ല. അത് കാരണം നമുക്ക് പ്രമാദം ഉണ്ടാകുന്നു, പെടുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ തെറ്റിദ്ധാരണ കൊണ്ട് നമ്മൾ അത് മറയ്ക്കാൻ, നമുക്ക് ശരി ചെയ്യാൻ കഴിയാതെ വരും. അപ്പം നമ്മൾ അതിനെ മറയ്ക്കാൻ നോക്കുമ്പോൾ ശരിയാകത്തില്ല. അപ്പം നമുക്ക് ദേഷ്യം വരും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാവുകയും ഇല്ല. ഹരേ കൃഷ്ണ. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ഇപ്പൊ ആരൊക്കെ പോയി? ദ്രൗപദി പോയി. ദ്രൗപദി എല്ലാവരും എവിടെ നിന്ന് പോവുകയാണ്? വിതുരര് പോയി ശരീരത്യാഗം ചെയ്തതായിട്ട് പറഞ്ഞു. ദ്രൗപദി ഭർത്താക്കന്മാരോട് ഒന്നും ചോദിക്കേണ്ടി വന്നില്ല, അവരാരും വിളിച്ചതുമില്ല, അവരും പോയി. സുഭദ്രയും പോയി എന്ന് നമുക്ക് ശ്രീല പ്രഭുപാദര് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ വിശ്വനാഥ ചക്രവർത്തി ടാഗോർ പറയുന്നതനുസരിച്ച് അവർക്കും ശരീരം ഉപേക്ഷിക്കാതെ തന്നെ എവിടെ എത്താൻ കഴിഞ്ഞു? ഭഗവാന്റെ അടുത്ത് എത്താൻ കഴിഞ്ഞു. നമുക്കറിയാവുന്ന ആരാണ് ഭഗവാന്റെ അടുത്ത് ശരീരം ഉപേക്ഷിക്കാതെ പോയത്? പൂന്താനം. അപ്പൊ അത് നമ്മള് പൂന്താനത്തെ കുറിച്ചാണ് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നത്. നമുക്ക് 51ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. ഗുരുദേവ് കി ജയ്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. തുക്കാറാം പോയിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. കേരളത്തിൽ നിന്നല്ലോ പ്രഭു, മഹാരാഷ്ട്രയിൽ നിന്നല്ലേ? മഹാരാഷ്ട്ര. അതെ. ഇവിടെ ഇവർക്ക് തുക്കാറാമിനെ കുറിച്ച് അത്ര ഇവിടെ അറിയില്ലല്ലോ. തുക്കാറാം തന്നെയല്ല, ഒരുപാട് പേരുണ്ട് പ്രഭു മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന്. മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെ 6 പേരുണ്ടല്ലോ. ഹരേ കൃഷ്ണ. യശ്രദ്ധയൈതത് ഭഗവത് പ്രിയാണാം പാണ്ഡോസുതാനാമിതി സംപ്രയാണാം ശൃണോത്യലം സ്വസ്ത്യയനം പവിത്രം ലബ്ധ്വാ ഹരോ ഭക്തിമുപൈതി സിദ്ധിം. യശ്രദ്ധയൈതത് ഭഗവത് പ്രിയാണാം പാണ്ഡോസുതാനാമിതി സംപ്രയാണാം ശൃണോത്യലം സ്വസ്ത്യയനം പവിത്രം ലബ്ധ്വാ ഹരോ ഭക്തിമുപൈതി സിദ്ധിം. ഹരേ കൃഷ്ണ. യശ്രദ്ധയൈതത് ഭഗവത് പ്രിയാണാം. യശ്രദ്ധയൈതത് ഭഗവത് പ്രിയാണാം. അതിനെ നമുക്കൊന്ന് പിരിക്കാം. യശ്രദ്ധയൈതത് എന്ന് പറഞ്ഞാൽ യഹ എന്നുള്ള ആദ്യത്തെ വാക്ക്. യഹ എന്ന് വെച്ചാൽ ഏതൊരുവനാണോ അവൻ. ശ്രദ്ധയാ എന്നെടുക്കണം. ശ്രദ്ധയൈതെന്നാ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധയാ വളരെ ഭക്തിയോടുകൂടി, ശ്രദ്ധയ്ക്ക് അവിടെ ഭക്തിയാണ് കൊടുക്കേണ്ടത്. ഭക്തിയോടുകൂടി ഏതത് ശ്രദ്ധയാ പ്ലസ് ഏതാണ് ശ്രദ്ധയൈതത്. ശ്രദ്ധയാ ഏതത്. അപ്പം ഭക്തിയോടുകൂടി, ഏതെന്ന് പറഞ്ഞാൽ ഇത് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഇത് ഭഗവത് പ്രിയാണാം, പരമദിവ്യോത്തമ കൃഷ്ണനായ ഭഗവാനെ
വളരെ പ്രിയപ്പെട്ടവരുടെ, ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരുടെ ആരെയായിരിക്കും? ശുദ്ധ ഭക്തരുടെ എന്നുള്ള അർത്ഥം. ഇവിടെ അത് പാണ്ഡുവിന്റെ സുതാനാം എന്ന് പറഞ്ഞാൽ പുത്രന്മാരുടെ സംപ്രയാണം എന്ന് വെച്ചാൽ അവരുടെ പരമലക്ഷ്യത്തെ, അവർക്ക് പോകേണ്ട സ്ഥലത്തേക്ക് അവര് പോകുന്നു. അവരിവിടുന്ന് വന്നോ അവിടേക്ക് അവർ തിരിച്ചു പോകുന്നു, പരമലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം. ഇതി എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ശൃണോതി കേട്ടിട്ട്, അലം ശൃണോതി പ്ലസ് അലം, നമ്മൾ ഓരോ വാക്കും പിരിച്ചെഴുതണം, പിരിച്ച് മനസ്സിലാക്കണം. ശൃണോതി പ്ലസ് അലം, ശൃണോതി എന്ന് വെച്ചാൽ കേട്ടിട്ട്, അലം എന്ന് വെച്ചാൽ അത് മാത്രം, കേട്ടിട്ട് മാത്രമായിട്ടുള്ളത്. സ്വസ്തി അയനം എന്ന് വെച്ചാൽ നല്ല ഭാഗ്യം, സദ്ഭാഗ്യം, നമുക്ക് അവരുടെ ആ ഭാഗ്യം അവർക്ക്, കാരണം അവരവിടെ നിന്നാണ് വന്നത്. നമുക്ക് ഈ വായിച്ച് നമുക്കിപ്പോ കുറച്ചൊക്കെ അറിയാം. അതുകൊണ്ട് സ്വസ്തി അയനം സദ്ഭാഗ്യം, പവിത്രം എന്ന് വെച്ചാൽ പരിശുദ്ധമായിട്ടുള്ളത്, ലബ്ധ്വ കിട്ടിയിട്ട്, ഹരൗ എന്ന് വെച്ചാൽ പരമപുരുഷനായ ഭഗവാനെ, ഭക്തി എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രഭുപാദർ എപ്പോഴും ഭക്തി എന്താണ്? ഭക്തിയുത സേവനം. ഉപൈതി എന്ന് വെച്ചാൽ എത്തിച്ചേരുന്നു, നേടുന്നു. എന്ത് എത്തിച്ചേരുന്നു? സിദ്ധിം എന്ന് പറഞ്ഞാൽ പരിപൂർണത. യശ്രദ്ധയൈതത് ഭഗവത് പ്രിയാണാം പാണ്ഡോ സുതാനാമിതി സംഭ്രയാണാം ശൃണോത്യലം സുസ്ത്യയനം പവിത്രം ലബ്ധ്വാ ഹരോ ഭക്തിമുപൈതി സിദ്ധിം. ഹരേ കൃഷ്ണ. ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പസ് ബൈ ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരുദേവ് കി ജയ്. ജീവിത വിവർത്തനം നമുക്ക് നോക്കാം. ജീവിതത്തിന്റെ പരമലക്ഷ്യത്തിനായുള്ള ഭഗവത് ധാമത്തിലേക്കുള്ള പാണ്ഡുപുത്രന്മാരുടെ പ്രയാണത്തെ സംബന്ധിച്ച വിഷയം സർവഥാ മംഗളകരവും പരമോത്കൃഷ്ടവും പൂർണ്ണമായും പരിശുദ്ധവുമാകുന്നു. ആകയാൽ ഈ ആഖ്യാനങ്ങൾ ഭക്തിപൂർവം ശ്രവിക്കുന്ന ഏതൊരുവനും നിശ്ചയമായും ഭഗവാന്റെ ഭക്തിയുത സേവനം ജീവിതത്തിന്റെ പരമമായ പരിപൂർണതാ സാക്ഷാത്കാരം പ്രാപ്തമാകും. ഇവിടെ നമുക്ക് ശ്രീല പ്രഭുപാദർ പറഞ്ഞേക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ, നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങളെല്ലാം ഭക്തിപൂർവം നമ്മുടെ മനസ്സിൽ കിട്ടുകയാണെങ്കിൽ, പരമപരിശുദ്ധമായിരിക്കും നമ്മുടെ മനസ്സ് എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചൊക്കെ അറിയുമ്പോൾ നമ്മുടെ മനസ്സ് എന്താണ് അവർ ചെയ്തത്, ഏത് രീതിയിലാണ് ഇവിടെ വന്നത്, എന്തിനാണ് വന്നത്, അവരെങ്ങനെയാണ് പോയത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാക്കാൻ നമുക്ക് കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് പരമദിവ്യോത്തമ പുരുഷനെ കുറിച്ചും അതുപോലെ ഭക്തനെ കുറിച്ചും ഏതൊരു പേജസ്, ഏതൊരു സ്കന്ധം എടുത്താലും ശരി, നമുക്കറിയാം എന്താണ് മൈത്രര് വിതുരർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണെങ്കിലും അതുപോലെ ഏതൊരു സ്കന്ധം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആകെപ്പാടെ നമുക്ക് 1 or 2 സ്റ്റോറീസ് മാത്രമാണ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. ബാക്കി എല്ലാം നടന്ന കഥകളാണ്. അപ്പൊ അതൊക്കെ ആ ഭഗവാനെ കുറിച്ചും ഭക്തരെ കുറിച്ചുമുള്ള കാര്യങ്ങളാണ് എല്ലായിടവും പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം ഭക്തിപൂർവം വേണം നമ്മളത് കേൾക്കാൻ. അതുപോലെ അത് കേൾക്കുമ്പോൾ അവരുമായി നമ്മൾ സമ്പർക്കം പുലർത്തുന്നത് പോലെ നമ്മുടെ മനസ്സവിടെ ഉണ്ടാകണം. അപ്പം നമ്മൾ ഓരോന്നും കേൾക്കുമ്പോൾ നാരദര് പറഞ്ഞു കൊടുക്കുന്ന ഓരോ കഥകളും യുധിഷ്ഠിരൻ എങ്ങനെയാണ് കേട്ടത്, അപ്പൊ അങ്ങനെ ആ ഓരോ കഥകളും നമ്മൾ കേൾക്കുന്ന അവസരത്തിൽ നമ്മൾ ഭക്തിപൂർവ്വം നമ്മൾ കേൾക്കുകയും ചെയ്യണം. ആ കേൾക്കുന്നത് അവർ ഫ്രണ്ടിൽ ഇരിക്കുന്നതും ആ ഒരു മനസാന്നിധ്യത്തോടു കൂടി വേണം നമ്മളത് ശ്രവിക്കാൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ശ്രീമദ് ഭാഗവത ശ്രവണത്തിലൂടെ ഒരുവനെ സ്വന്തം ഭവനത്തിലേക്ക്, നമ്മൾ എവിടെ നിന്നാണ് വന്നത് എന്ന് നമുക്കറിയാം, നമ്മളെ അവിടേക്ക് ഭഗവത് ധാമത്തിലേക്ക് മടങ്ങി ചെല്ലുക എന്ന ജീവിതത്തിന്റെ പരമപരിപൂർണതയെ പരാജയം കൂടാതെ സാക്ഷാത്കരിക്കാം എന്നാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഇവിടേക്ക് വന്നു, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് വന്നത്, നമുക്ക് ഇവിടെ എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട് എന്നുള്ള ഒരു ജിജ്ഞാസ, ഇൻക്വിസിറ്റീവ്നെസ് നമുക്കുണ്ടാകുന്നു. നമ്മൾ വരാൻ കാരണം അതാണ്. നമുക്ക് ആദ്യമേ നമുക്ക് വേറൊരു ലോകമുണ്ട്, നമ്മളിവിടെ കൃഷ്ണന്റെ കൂടെ കളിച്ച് നടക്കുകയാണ് അവിടെ എന്നും ആ ഭാവത്തില് നമുക്ക് ഇതിനേക്കാൾ സുഖമായിട്ട് എന്തോ ഒരു ലോകമുണ്ട് എന്നുള്ള ഒരു അറിവ് എങ്ങനെയോ എത്തുകയും അങ്ങനെ അവിടെ നമുക്ക് ഒരു ഇൻക്വിസിറ്റീവ്നെസ് നമ്മൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ജിജ്ഞാസയാണ് നമ്മൾക്ക് ആഗ്രഹമായി വളരുന്നത്. അത് കേട്ടു, ആ ജിജ്ഞാസ ഉണ്ടായി,
അത് ആഗ്രഹമായി വളരുകയും അങ്ങനെ വളർന്നു കഴിഞ്ഞപ്പോൾ ഒരച്ഛൻ മക്കൾക്ക് എങ്ങനെയാണോ എന്താണ് ഒരു ബാറ്റ് വേണം, അല്ലെങ്കിൽ കളിക്കാനുള്ള ബോൾ വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണം, കാറ് വേണം എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ വാങ്ങിച്ചു കൊടുക്കുന്നത്, അതുപോലെ നമ്മുടെ പിതാവായ ഭഗവാൻ എന്ത് ചെയ്തു? നമ്മളെ ഇവിടേക്ക് അയക്കാൻ തയ്യാറാവുന്നു. ശ്രീല പ്രഭുപാദര് ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഭഗവാൻ ഇങ്ങോട്ട് വിടുന്നത് നമ്മളെ ബ്രഹ്മാവായിട്ടാണ് വിടുന്നത്, അല്ലാതെ വെറും ഒരു സ്ഥാനം തന്നിട്ട് വെറുതെ ഇനി പറഞ്ഞു വിടുകയല്ല. അപ്പൊ വിടുന്ന ബ്രഹ്മാവ് എന്ത് ചെയ്യുന്നു? ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പിന്നെ തിരിച്ചു പോകില്ല. ഇവിടെ കിടന്ന് ഇവിടെ ഓരോന്നിലേക്ക് പോകുമ്പോഴും ഓരോന്ന് ഇപ്പൊ ആരായാലും ഇതിൽ പെട്ടുപോകുന്നു, ആ ഒരു ഇല്യൂഷനിൽ പെട്ടുപോകുന്നു. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഭാവം നമ്മളിലേക്ക് അങ്ങ് ഉണ്ടാവുകയും, നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ടല്ലേ, ഇന്ദ്രൻ പത്നിയുടെ രൂപത്തിൽ വന്നതും നാരദർക്ക് ഒരു ഭ്രമം ഉണ്ടാക്കിയതും ഒക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പൊ അങ്ങനെ ഇതൊക്കെയും നമ്മൾ കേട്ടിക്കുമ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ ഇവിടെ വന്നു, ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകാൻ നമ്മൾ തയ്യാറാകുന്നില്ല എന്നതാണ് നമ്മുടെ സത്യമായിട്ടുള്ള കാര്യം. അപ്പൊ ഭഗവത് നാമത്തിലേക്ക് മടങ്ങിപ്പോവുക, അതാണ് പരിപൂർണം. ഏതെങ്കിലും കാലത്ത് നമ്മൾ പോയേ പറ്റൂ. നമ്മൾക്ക് ഇവിടം സ്വസ്ഥമല്ല, സ്വന്തമല്ല, നമ്മളിവിടെ വിരുന്നുകാരാണ്. നമ്മുടെ വീട്, നമ്മുടെ സ്വത്ത് എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ വിരുന്നായിട്ട് വന്നതുകൊണ്ട് നമുക്ക് ഇവിടെ തിരിച്ചു പോകണം. ആ പോക്ക് നമ്മൾ എങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം, അത് തീരുമാനിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. അപ്പൊ ഈ കണ്ട ഭ്രമവും പ്രമാദവും വിപ്രലപ്സയും കരണപാഠവും ഇതെല്ലാം നമ്മളിലുണ്ട്. പക്ഷെ അതിനെല്ലാം ജയിച്ചു മുന്നേറാൻ കഴിയുന്നവനാണ് അങ്ങ് ഡയറക്റ്റ് ആയിട്ട് ഭഗവാനിലേക്ക് എത്താൻ കഴിയുക, ഭഗവത് കൃപ ലഭിക്കുക. അപ്പൊ ആ കൃപ നമ്മളിൽ ഉണ്ടാകണം. അപ്പൊ ഭഗവാൻ നമുക്ക് അറിയാം, പല കഥകളും നമുക്കുണ്ട് അല്ലെ. ഭഗവാനെ മനസ്സിലാക്കാൻ ശുദ്ധ ഭക്തനെ ഭഗവാൻ ഏത് രീതിയിലും സഹായിക്കും. അപ്പൊ എന്താണ്, ഒരു പൂജാരി തളിച്ച മോഹപത്ര എന്ന് പറയും, എവിടുത്തെയാണ്, പുരിയിലെ പൂജാരിയായിരുന്നു, പുരി ക്ഷേത്രത്തിലെ. അപ്പൊ അദ്ദേഹം വളരെ ഭക്തനായിരുന്നു. എന്നും വന്ന് നല്ല മനസ്സോടുകൂടി, ശുദ്ധ മനസ്സോടുകൂടി ഭഗവാനെ എപ്പോഴും ഏത് സമയം ഭഗവാനെ ഇങ്ങനെ ആരാധിച്ച് പൂജയും ചെയ്ത് ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭഗവാൻ കൂടെ നിൽക്കും. അങ്ങനെ മറ്റു കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടി അങ്ങനെ പോകാറില്ലെങ്കിലും ചിലർക്കൊക്കെ ചില സമയത്ത് ഒരു വലിയ ആൾക്കാരുടെ ഒരു സ്നേഹം കിട്ടണമെന്ന് തോന്നും അല്ലെ. അപ്പൊ അങ്ങനെ ചിലപ്പോഴേ അവരുടെ മനസ്സിൽ അതും കടന്നു വരും. ബാക്കി എല്ലാം ശരിയാണ്, ഭഗവാനെ തന്നെ ചിന്തിച്ചാണ് ഇരുന്നിരുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിലും ചില സമയത്ത് ചില അബദ്ധങ്ങൾ പറ്റും. അപ്പൊ ഒരു ദിവസം അവിടുത്തെ രാജാവ് എന്ത് ചെയ്തു, ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്ത് മിക്ക ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ വരാറുണ്ട്. അപ്പൊ ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വന്ന് തൊഴുതിട്ടേ അദ്ദേഹം പോകുള്ളൂ. ഒരു ദിവസം അദ്ദേഹം വരുന്നു എന്ന് കേട്ടു. അദ്ദേഹം വന്നു, ക്ഷേത്രം സന്ദർശിക്കാൻ വന്നു. അപ്പൊ നല്ല പരമപവിത്രമായിട്ടുള്ള പൂജാരിയാണ് അദ്ദേഹം, പരമപവിത്രനായിട്ടുള്ള പൂജാരിയാണ് അദ്ദേഹം. എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്യും. അപ്പൊ ചെന്ന് നമസ്കരിക്കുന്ന അവസരത്തിൽ, ഭഗവാനെ തൊഴുന്ന അവസരത്തിൽ, എന്താണ്, ജഗന്നാഥ് ബലദേവ് സുഭദ്രമയെ തൊഴുതിട്ട് ഇറങ്ങുന്ന അവസരത്തിൽ എന്ത് ചെയ്യും, അദ്ദേഹം ഭഗവാന്റെ കഴുത്തിൽ കിടക്കുന്ന ആ പൂമാല എടുത്തിട്ട് പ്രസാദത്തോടൊപ്പം രാജാവിന്റെ കയ്യിൽ കൊടുക്കും. രാജാവ് അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും 3 പേരെയും ഒന്നുകൂടി നമസ്കരിച്ചിട്ടാണ് അവിടെ നിന്നിറങ്ങി പോകാറുള്ളത്. അപ്പൊ അങ്ങനെ പോകുന്ന അവസരത്തില് അങ്ങനെ എന്നും ചെയ്യും. അപ്പൊ ഒരു ദിവസം രാജാവ് അപ്രതീക്ഷിതമായിട്ട് അവിടെ വരുന്നു. ആ ദിവസം അന്നത്തെ കണക്കനുസരിച്ച് ക്ഷേത്രത്തില് മാല കെട്ടിയിടുന്ന ആള് എന്ത് ചെയ്തിരുന്നില്ല, ജഗന്നാഥന് മാല നട്ടിരുന്നില്ല, പൂമാല നൽകിയിരുന്നില്ല. അപ്പം ആരോ കൊണ്ടൊരു മാല, നല്ലൊരു മാല പൂജാരിക്ക് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു, ബാക്കി എല്ലാ ഒരുക്കങ്ങളും അവിടെ ഉണ്ട്, മാല മാത്രം കാണുന്നില്ല. അപ്പൊ ഉണ്ടായില്ല. ആ സമയത്ത് ഇദ്ദേഹം അവിടെ ചെന്നു, ഇദ്ദേഹത്തിന് പ്രസാദം കൊടുക്കണം. അദ്ദേഹം ചോദിക്കുന്നു, എന്താണ്, എനിക്ക് ജഗന്നാഥന്റെ പ്രസാദം വേണം എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യും, ഇദ്ദേഹം നോക്കുമ്പോൾ ജഗന്നാഥനെ അല്ല, അങ്ങനെ വിചാരിക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നു, ഇദ്ദേഹം വരുമ്പോഴേ എനിക്ക് ഇവിടെ മാല ചോദിക്കും, ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ മാല കൊടുക്കും, എന്തുകൊണ്ട് മാല ഇട്ടില്ല എന്നുള്ള ചോദ്യം വരില്ലേ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹത്തിന് കൊണ്ടു കൊടുത്ത മാല എടുത്തിട്ട് അദ്ദേഹം ഭഗവാനെ സമർപ്പിക്കും. അപ്പം രാജാവ് വരുന്നു, രാജാവ് പ്രസാദം ചോദിക്കുന്നു. അദ്ദേഹം ജഗന്നാഥന്റെ കഴുത്തിൽ നിന്ന് ആ മാല എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, പ്രസാദത്തോടുകൂടി കൊടുക്കുന്നു. അദ്ദേഹം തിരിച്ചു പോകുന്നു, വളരെ സന്തോഷത്തിനായിട്ട് പോവുകയാണ്.
പൂജാരിയോട് വളരെ സ്നേഹത്തോടെ പോകുന്നത്. പക്ഷെ അദ്ദേഹം വീട്ടിൽ ചെന്നിട്ട് കൊട്ടാരത്തിൽ ചെന്നതിന് ശേഷം മാലയൊന്ന് തടകി നോക്കി. നല്ല മനോഹരമായ മാലയായിരുന്നു, നല്ല വാസനയുള്ളത്. അപ്പൊ തടകി നോക്കി. ആ കൂട്ടത്തിൽ അദ്ദേഹം ഒരു തലമുടി കാണുന്നു. ആ മാലയിലെ നീണ്ട ഒരു തലമുടി കണ്ടു. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര ഇതായിപ്പോയി. അപ്പൊ ഉടനെ അദ്ദേഹം ചോദിച്ചു, അദ്ദേഹം വിചാരിച്ചു, ഈ പൂജാരി എന്താണ് ചെയ്തിരിക്കുന്നത്? തലമുടിയുള്ള മാലയാണോ ഭഗവാൻ കൊടുത്തിരിക്കുന്നത്? ഭഗവാൻ മുടിയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് അദ്ദേഹം വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ കഴുത്തിലിട്ട് നോക്കിയായിരിക്കും മാല, അല്ലെങ്കിൽ എങ്ങനെ ഈ തലമുടി വരും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഉടനെ തന്നെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കാര്യം ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇത് ജഗന്നാഥന്റെ മുടിയാണ്, അല്ലാതെ എന്റേതല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ ജഗന്നാഥന്റെ മുടിയോ, ജഗന്നാഥന് മുടിയുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് അവിടെ വെച്ചങ്ങ് പറയുകയാണ് പൂജാരി. ഉണ്ടെന്ന് പറയുകയും ചെയ്തു. ഞാൻ നാളെ രാവിലെ ക്ഷേത്രത്തിൽ വരും, ആ സമയത്ത് ജഗന്നാഥന് മുടി ഉണ്ടായിരിക്കണമെന്ന് പറയും. അല്ലെങ്കിൽ നിനക്ക് അവിടെ വരാൻ പോകുന്ന അനുഭവം എന്താണെന്ന് നീ നോക്കിക്കൂ എന്ന് പറഞ്ഞു. അത്രമാത്രം കോപിഷ്ഠനായി രാജാവ്. ഉടനെ പിറ്റേത് രാവിലെ വരികയാണ്. അന്ന് ഭഗവാൻ ഈ പൂജാരി ഓടി ഭഗവാന്റെ പാദത്തിൽ ചെന്ന് വീണ് നമസ്കരിച്ചുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു, ഭഗവാനെ, ഞാൻ ഇത്രയും കാലം അങ്ങേ വളരെ ആത്മാർത്ഥയോടാണ് ചെയ്തിരുന്നത്, എല്ലാ പൂജയും ചെയ്തിരുന്നതും നമസ്കരിച്ചിരുന്നത് എല്ലാം. എനിക്ക് ഒരു ഇതും കള്ളത്തരവും അതിനകത്ത് ഉണ്ടായില്ല. എന്നിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ, ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് പൂജയെല്ലാം വേണ്ട വിധത്തിൽ ചെയ്ത് ഭഗവാനെ സന്തുഷ്ടനാക്കാനുള്ള എല്ലാ കാര്യവും ചെയ്തതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? തിരിച്ചു പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങിയപ്പോഴേ അദ്ദേഹം വിചാരിച്ചു, എന്തായാലും നാളെ ഭഗവാൻ ഒന്നും കൂടി വരാൻ പോകുന്നില്ല, ഞാൻ എന്ത് ചെയ്യാൻ, അദ്ദേഹം കൊല്ലുകയും ചെയ്യും. അങ്ങനെയാണല്ലോ, അതുകൊണ്ട് ഞാൻ അതിനു മുമ്പ് തന്നെ മരിച്ചേക്കാമെന്ന് പറഞ്ഞ ഒരു ക്ലാസ്സിനകത്ത് കുറച്ച് വിഷയം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം എവിടെ വേണം? ക്ഷേത്രത്തിൽ വരണം. രാവിലെ ഓടി വന്നു, എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. അന്ന് രാത്രി തന്നെ സ്വപ്നത്തിൽ പറയുന്നുണ്ട്, നീ എന്തിനാ വിഷമിക്കുന്നത്? നീ എന്റെ ഭക്തനല്ലേ? ഞാൻ ബാൾഡ് ആണെന്നാണോ നീ കരുതിയത്? എനിക്ക് മുടിയില്ലെന്നാണോ നീ വിചാരിച്ചത്? എന്റെ മുടി എത്ര ഭംഗിയുള്ളതായിരുന്നു! യശോദാമ്മ എത്ര നല്ല ഭംഗിയോടുകൂടിയാണ് എന്റെ മുടി കെട്ടി തന്നുകൊണ്ടിരുന്നത്, നിനക്കത് അറിയില്ലേ? നിനക്ക് എന്നെ ഓർമ്മയില്ലേ? എന്നൊക്കെ ഇങ്ങനെ സ്വപ്നത്തിൽ തോന്നിക്കുന്നു. അവിടുന്ന് അദ്ദേഹം ഉണം നോക്കിയപ്പോ ആരുമില്ല, ഒന്നുമില്ല. അദ്ദേഹം പോയി എളുപ്പം കുളിച്ചു, വെപ്രാളത്തോടുകൂടി അമ്പലത്തിൽ ചെല്ലുന്നു, ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് വേണ്ടതെല്ലാം ചെയ്തു ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചപേക്ഷിക്കുന്നു. ആ സമയത്ത് ഉടനെ രാജാവ് വരാറായി. ഭഗവാന്റെ തലയിൽ നിന്ന് മുടി ഇങ്ങനെ വളർന്ന് താഴേക്ക് വരുന്നു. നോക്കിയപ്പോഴേ അതാ നല്ല മനോഹരമായ മുടി. ഭഗവാൻ പറഞ്ഞില്ലേ, യശോദാമ്മ എന്റെ മുടി കെട്ടിവെക്കുമായിരുന്നു, അതുപോലെ നല്ല മനോഹരമായ മുടി താഴേക്ക് വളർന്നു വരുന്നത് അദ്ദേഹം കണ്ടു. അത് കണ്ട അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കുളിരു കോരിയിടുക, എന്ത് ചെയ്യണമെന്നറിയാതെ. പക്ഷേ അദ്ദേഹം സന്തോഷിച്ചു. അദ്ദേഹം വരുമ്പോഴത്തേക്ക് എന്നെ വധിക്കില്ലല്ലോ, എനിക്കിനിയും ഭഗവാനെ എന്താണ് അദ്ദേഹം ആഗ്രഹിച്ചത്? എന്റെ വീട്ടിലേക്ക് സമ്പത്തെന്നുള്ളതല്ല ആഗ്രഹിച്ചത്. എന്താണ് ആഗ്രഹിച്ചത്? ഞാൻ ഭഗവാനെ സേവ ചെയ്ത് കഴിഞ്ഞില്ല, ഇനി എനിക്ക് ഭഗവാനെ സേവ ചെയ്യാനുള്ള ഒരവസരം കൂടി കുറച്ചുനാൾ കൂടി എനിക്ക് കിട്ടണം. ആ ഒരാഗ്രഹമാണ് പൂജാരിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? മുടി വളർന്നു വന്നു. ഇദ്ദേഹം വന്നു, രാജാവ് വന്നു. ആ മുടി കാണണം, എനിക്ക് ഉടനെ പോകണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ഭഗവാന്റെ മുന്നിൽ ചെല്ലുന്നു. ജഗന്നാഥന്റെ മുന്നിൽ ചെല്ലുകയും അങ്ങോട്ട് നോക്കിയപ്പോ അതാ നല്ല മനോഹരമായ മുടി അദ്ദേഹം കാണുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് സന്തോഷമായെങ്കിലും ഒരു സംശയം പിന്നെയും മനസ്സിൽ വന്നു. ഇവൻ വെച്ചു പിടിപ്പിച്ചതാണോ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട്? ഈ മുടി വെപ്പിക്കാമല്ലോ, അങ്ങനെ വെപ്പിച്ചതാണോ ഈ മുടി? അല്ലാതെ ഇങ്ങനെ ജഗന്നാഥന് മുടി, ഇന്നലെ വരെ ഇല്ലാത്ത മുടി എങ്ങനെ വന്നു എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം വന്നിട്ട് ആ മുടിയെ പിടിച്ചു പൊക്കി. മുടിയെ പിടിച്ചെടുക്കാൻ നോക്കിയപ്പോഴതാ രക്തം വരുന്നു തലയിൽ നിന്ന്. അപ്പൊ അത് കണ്ടപ്പോൾ അദ്ദേഹം വളരെയധികം വികാരഭരിതനായി. അദ്ദേഹത്തിന് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യാൻ ശ്രമിച്ചു. കാരണം എന്താണ്? അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, വല്ലതും രാജാവിന്റെ കയ്യിൽ നിന്ന് കൂടുതൽ കിട്ടുമെന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അതാണ് നമ്മളെ ധ്രുവന്റെ കഥ പറഞ്ഞതുപോലെ എന്താണ്, എനിക്ക് രാജാവായിട്ട് എന്റെ മുത്തച്ഛനേക്കാൾ വലിയ ചക്രവർത്തിയായിട്ട് എന്ത് ചെയ്യണം, വസിക്കണം എന്ന് പറഞ്ഞു. ഭഗവാന്റെ അടുത്ത് ചെന്ന് ഭഗവാനെ കണ്ടപ്പോഴത്തേക്ക് യാതൊരു ആഗ്രഹവും എനിക്കില്ല, എനിക്കൊന്നും വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടും എന്താണ് ചെയ്തത്? 36,000 വർഷം ഭരിക്കാനുള്ള അവസരം ഭഗവാൻ കൊടുത്തു. അതുപോലെ ഇവിടെ ഇദ്ദേഹത്തിനെ എന്തോ രാജാവിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ശുദ്ധ ഭക്തനുമായിരുന്നു. ആ പ്രതീക്ഷ രാജാവിൽ നിന്ന് കിട്ടുകയും ഇത് ശുദ്ധഭക്തിയോടുകൂടി ഭഗവാനെ നമസ്കരിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മളെ ശുദ്ധഭക്തിയോടുകൂടി ഭഗവാനെ അത്രമാത്രം ആത്മാർത്ഥയോട് വിളിക്കുന്നവർക്ക് ഭഗവാൻ കൂടെ തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതുപോലെ ഇവിടെയും പാണ്ഡവരൊക്കെ
ശുദ്ധഭക്തരായിരുന്നു. അവർക്ക് ഏത് സമയത്തും ഇപ്പൊ ഈ ഒരു ചില സമയത്ത് ചില അബദ്ധങ്ങളൊക്കെ മനസ്സിലായാൽ ഇപ്പൊ തളിച്ച മോഹപത്രയ്ക്ക് പറ്റിയതുപോലെ ചില അബദ്ധങ്ങൾ ചിലപ്പോൾ പറ്റിയിരിക്കും. അത് കാണിച്ചു തരികയാണ് പാണ്ഡവരിവിടെ. നമുക്ക് സാധാരണക്കാർക്ക് എന്തു പറ്റാം എന്നുള്ളതും കാണിച്ചു തരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിനെ പരിശുദ്ധമാക്കാൻ നമ്മൾ ശ്രമിക്കുക. ബാക്കിയൊക്കെ നമ്മൾക്ക് വന്നു ചേരും. പക്ഷേ മനസ്സിന്റെ പരിശുദ്ധി, നമ്മുടെ മനസ്സിൽ വരുന്ന ആവശ്യമില്ലാത്ത ഭ്രമവും മോഹവും അതൊക്കെ കുറച്ച് പൂർണ്ണമായിട്ട് കുറയ്ക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ ഇവിടെയാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുറേശ്ശെയായി കുറയ്ക്കാൻ ശ്രമിക്കുക. അപ്പൊ പാണ്ഡവര് പോകുന്നു എന്ന് കേട്ട ആ യഥാർത്ഥ ഭക്തരെ ഭഗവാൻ മനസ്സിലാക്കി. ഭഗവാനെ അവര് കൊണ്ടുപോകുന്നു എന്ന് നമ്മളെ, കാരണം ഭഗവാൻ വന്നവരാണ്, ഭഗവാന് വേണ്ടി വന്നവരാണ്, അവർ തിരിച്ചുപോയി. ഇത്രയുമാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? കൃഷ്ണ തളിച്ച മുഖപത്ര. അപ്പോഴേ നമ്മളെ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ കണ്ടത്? ആദ്യം എന്താണ്? അർജുനന്റെ വളരെ വലിയ സ്ട്രോങ് ഫീലിങ്സ് ഓഫ് സെപ്പറേഷൻ. എത്രയാ ഭഗവാനിൽ നിന്ന് മാറി ഭഗവാൻ പോയി എന്ന് കേട്ടപ്പോഴുണ്ടായ കൃഷ്ണനിൽ നിന്ന് മാറി നിന്നതിലുള്ള അദ്ദേഹത്തിന്റെ അതിഭയങ്കരമായ ഫീലിങ്സ്, വികാരങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. അപ്പൊ കൃഷ്ണ വിശ്ലേഷകർഷിത എന്ന് പറയും. കൃഷ്ണനിൽ നിന്ന് മാറിപ്പോയപ്പോൾ അർജുനനിലുണ്ടായ വിചാരങ്ങൾ. പിന്നെ കൃഷ്ണന്റെ ഫേവേഴ്സിനെ കുറിച്ച് ഓർക്കുന്നു, കൃഷ്ണൻ ചെയ്തിട്ടുള്ളത് എന്തെല്ലാമെന്ന് ഓർക്കുന്നു. അതുപോലെ ഇന്റിമേറ്റ് പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് അദ്ദേഹത്തിന് നൽകിയത്, ഏതെല്ലാം സമയത്ത് കൃഷ്ണൻ കൂടെ നിന്നിരിക്കുന്നു. പിന്നെ അങ്ങനെ അർജുനൻ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശൂന്യമായതായി തോന്നി, അദ്ദേഹത്തിന് ഒന്നുമില്ലാത്തതുപോലെ തോന്നി. ഭഗവാനെ കുറിച്ച് ചിന്തിച്ച് വേറൊന്നും സ്മരിക്കാനില്ലാതെയായി. അപ്പൊ അങ്ങനെ ഭഗവാന്റെ ഇൻസ്ട്രക്ഷനിൽ തന്നെ, ഭഗവത്ഗീതയിൽ കൂടി ഭഗവാൻ കൊടുത്ത ആ ഇൻസ്ട്രക്ഷൻ ഓർത്ത് അദ്ദേഹം എന്ത് ചെയ്തു? അതീന്ദ്രിയത നേടിയെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോഴത് ചിന്തിച്ചപ്പോൾ അതുപോലെ തന്നെ ഈ ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ അനുസരിച്ച് യുധിഷ്ഠിരനും എന്ത് ചെയ്തു? ഭഗവാനിലേക്ക് പോകാനായിട്ട് അത് തന്നെ മനസ്സിൽ ഓർക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ യുധിഷ്ഠിരൻ റിട്ടയർ ചെയ്ത് ഭഗവാനിലേക്ക് തിരിച്ചു പോകുന്നു. വിതുരര് പോകുന്നു, മറ്റു പാണ്ഡവര് പോകുന്നു, ദ്രൗപദി, സുഭദ്ര ഇവരൊക്കെ പോകുന്നു. അങ്ങനെ വിതുരരും അദ്ദേഹത്തിന്റെ ശരീരം ഉപേക്ഷിച്ചിട്ട് പ്രഭാസത്തിൽ വെച്ച് അദ്ദേഹം എവിടെയാ പോയത്? പിതൃലോകത്തിൽ. കാരണം അദ്ദേഹം വന്നത് അവിടെ നിന്നാണ്. കഥയൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അദ്ദേഹം അതിവിടേക്ക് തിരിച്ചു പോകുന്നു. അപ്പം ഭൗതിക ദ്വന്ദ്ം മാറി, നിന്റേതെന്നുള്ള ചിന്താഗതി മാറി അവരൊക്കെ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ കണ്ടത്. അപ്പൊ എങ്ങനെയായിരിക്കണം ഞങ്ങളുടെ മഹാരാജ് എപ്പോഴും പറയും, ഭവത്പിതാ ഭാഗവത തീർത്ഥഭൂതാ സ്വയം വിഭൂ തീർത്തി കുർവന്തി തീർത്ഥാനി സ്വാന്തസ്തേന ഗഥാഭൃത എന്ന് പറഞ്ഞാല് ഭഗവത്പിതാ ഭാഗവത തീർത്ഥഭൂതാ സ്വയം വിഭൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കാനൊക്കെ പോവാറുണ്ട് അല്ലേ? അപ്പൊ ഈ കാലത്ത് മനുഷ്യർ കൂടുതലായിട്ട് ഇപ്പോഴേ ആൾക്കാർ ഒരുപാട് സന്ദർശനം. അപ്പൊ നമ്മളെ എല്ലാവരും അവിടെ കാണുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ അവിടെ പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ആ ഉപദേശം എന്ന് പറയുന്നത് എന്താണ്? ആ സ്ഥലത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു ഉൾവിളി, അത് ആരിൽ കൂടി വേണം? അവിടെയുള്ള ശുദ്ധരായ ആൾക്കാരെ നമുക്ക് എന്തെങ്കിലും ഉപദേശം തരുന്നെങ്കിൽ അത് മനസ്സിൽ കൊണ്ട് നടന്ന് അതിനെയാണ് നമ്മൾ മനസ്സിൽ ഓർത്തിരിക്കേണ്ടത്. അല്ല അവിടെ പോയി കുറെ വനം കണ്ടു അല്ലെങ്കിൽ അത് കണ്ടു ഇത് കണ്ടു എന്നുള്ളതല്ല നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കേണ്ടത്. ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണ്, അവിടെ നിന്ന് ആരിൽ നിന്നൊക്കെ എന്തെല്ലാം അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ചുറ്റി നടക്കുന്ന ആൾക്കാരെ ഭാഗവത അപ്പൊ ഭാഗവതന്മാർ ഇങ്ങനെ ഭഗവാനെ കാണാനായിട്ട് എല്ലായിടവും ചുറ്റി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അപ്പം തീർത്ഥഭൂത സ്വയം വിഭൂ. ഇനി ഞാൻ ഒരുപാട് സ്ഥലത്തിനൊന്നും പോകേണ്ട കാര്യമില്ല. ആ തീർത്ഥികളായിരിക്കുന്ന അങ്ങേപ്പോലുള്ള ആൾക്കാരെ കണ്ടാൽ മതി. അപ്പം അത് തന്നെയാണ് തീർത്ഥാനി എന്ന് വെച്ചാൽ തീർത്തി കുർവന്തി തീർത്ഥാനി. അങ്ങേപ്പോലുള്ള ആൾക്കാരെ കാണുന്നത് തന്നെയാണ് തീർത്ഥം സേവിക്കുന്നതിനേക്കാൾ പരിശുദ്ധമാക്കി മാറ്റുന്നു. ഇത് യുധിഷ്ഠിരനെ
വിതുരരെ കാണുമ്പോൾ, നമ്മൾ വിതുരര് പോയെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പം വിതുരര് ശരീരം ഉപേക്ഷിച്ച് പ്രഭാസത്തിലാണ് ശരീരം ഉപേക്ഷിക്കുന്നത്. അദ്ദേഹം തിരിച്ചു പോയി. അദ്ദേഹം വന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ നമുക്കറിയാം. അങ്ങനെ അവിടെ വന്നു. ആ പിതൃലോകത്തിലേക്ക് അദ്ദേഹം തിരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം വന്നപ്പോഴേ അദ്ദേഹം ആദ്യം വിട്ടുപോയി. കൊട്ടാരത്തിൽ നിന്ന് ദുര്യോധനൻ പറഞ്ഞ വാക്കുകൾ കേട്ട് സഹിക്കാൻ വയ്യാതെ ഇറങ്ങിപ്പോകുന്നു. എന്നിട്ട് എല്ലായിടവും ചുറ്റി സഞ്ചരിക്കുന്നു. അതിനുള്ള ഒരു സൗകര്യമാണ് ഭഗവാൻ അവിടെ കൊടുക്കുന്നത്. അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എല്ലായിടവും പോയി മൈത്രേയനെ കാണുന്നു, അല്ലെ, ഉദ്ധവരെ കാണുന്നു. മൈത്രേയന്റെ നിന്ന് ഉപദേശങ്ങൾ, വിതുരർക്ക് ഉപദേശം കൊടുക്കത്തിരിക്കണമെന്ന് ഭഗവാൻ പോകുന്ന അവസരത്തിൽ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടാണ് പോയത്. മൈത്രേയനോട് പറഞ്ഞിരുന്നു വിതുരർ ഇവിടെ വരും, വിതുരർക്ക് ഉപദേശം കൊടുത്തിരിക്കണം. അപ്പം വിതുരർക്ക് എല്ലാ ഉപദേശങ്ങളും നൽകി. നമ്മൾ ഭാഗവതം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ വിതുരർക്ക് കിട്ടുന്ന ഉപദേശങ്ങൾ. അപ്പൊ അങ്ങനെ ഉപദേശമൊക്കെ കൊടുത്തിട്ട് അദ്ദേഹം ഭഗവാൻ വിട്ടുപോയി. അപ്പം ഇങ്ങനെ പറയുന്നു, നിന്നെ പ്രതീക്ഷ ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു, നീ വരുമെന്ന് അറിയാവുന്നത് കൊണ്ട്. അപ്പൊ എന്ത് പറയുന്നു, അയ്യോ അദ്ദേഹം പോകാൻ സമയത്ത് എന്നെ ഓർത്തോ എന്നുള്ള ആ ഒരു ഇതിൽ അദ്ദേഹം അങ്ങ് നിറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. ശൂന്യമായി പോയി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഒന്നുമില്ല, ഭഗവാന്റെ ഉപദേശം കിട്ടിയിരുന്നു. അങ്ങനെയുള്ള ആ സ്ഥലത്തേക്ക്, അങ്ങനെയുള്ളവരെ കാണുന്നത് തന്നെയാണ് ഏറ്റവും മഹത്തരം എന്നുള്ളതാണ് ആ ശ്ലോകത്തിന്റെ ഭഗവത്പിതാ ഭാഗവത തീർത്ഥഭൂതാ സ്വയം വിഭോ തീർത്ഥൂർവന്തി തീർത്ഥാനി സാന്തസ്തേന ഗൃഥാ എന്നാണ് പറയുന്നത്. അപ്പൊ എപ്പോഴും മഹാരാജ് പറയുമായിരുന്നു, ഇത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മൾ എവിടെ പോയാലും നമ്മൾ തീർത്ഥങ്ങളിൽ, എത്ര തീർത്ഥങ്ങളിൽ കുളിച്ചാലും തീർത്ഥികളെ കാണുന്നത് പോലെ ആകുകയില്ല എന്ന് പറയുമായിരുന്നു. അപ്പൊ അത് ആ ഒരു നമുക്കറിയാം, പ്യുവർ ഡിവോട്ടീസ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പേഴ്സണൽ അസോസിയേറ്റ്സ് ആയിട്ടുള്ള പാർഷദന്മാർ, പരിഷദാസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അവരെന്താണ്, പെർഫെക്റ്റ് ആയുള്ള സർവിറ്റേഴ്സ് ആണ് ഭഗവാന്റെ. അപ്പം ആ ഒരു പേഴ്സണൽ അസോസിയേറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ശുദ്ധഭക്തന്മാരിൽ തന്നെ വന്നു ചേരുന്ന നിയോഫൈറ്റ് സാധകരെന്ന് പറയും. അപ്പൊ സാധകര് എന്താണ്, പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നവര് സാധകരും, അതുപോലെ പെർഫെക്ഷൻ കിട്ടിയവരെ നമ്മൾ പേഴ്സണൽ അസോസിയേറ്റ്സ് എന്നും പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഭക്തന്മാരെ പല രീതിയിലുണ്ട്. അപ്പൊ നമ്മളിവിടെ ഭഗവാൻ പ്രകാശ ഫോംസ് എടുക്കും. എന്തിനാണ്? അദ്ദേഹത്തിന്റെ ലീലകൾ ആടാൻ വേണ്ടിയാണ് ആ പ്രകാശ ഫോംസിൽ പലയിടത്തും വരുന്നത്. അതുപോലെ വിലാസ ഫോംസ് എടുക്കുന്നതിന് എന്താണ്, അദ്ദേഹം എന്തിനാണ്, ആ ഒരു ഭഗവാനെ നമ്മൾക്ക് ഓരോ പ്രത്യേക കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുമ്പോഴേ, എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് വരുമ്പോഴേ ആ രീതിയിൽ വരും. അതുപോലെ ലീലകൾ ആടാൻ വേണ്ടി പ്രകാശ രൂപത്തിലും. അപ്പൊ ഇതിലെ ഈ ശ്ലോകം ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, നമുക്കല്ലെങ്കിൽ അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. പാണ്ഡവർ യഥാസമയം വിരമിക്കുന്നു എന്ന ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 15-ാം അധ്യായത്തിന്റെ ഭക്തി സമാപിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ എടുക്കാനോ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഹരേ കൃഷ്ണ മാതാജി. മാതാജി, പിതൃലോകം എന്ന് പറഞ്ഞാൽ അതെവിടെയാ? പിതൃലോകം എന്ന് പറയുന്നത് നമ്മുടെ പല ലോകങ്ങളില്ലേ മാതാജി, നമ്മൾ ഓരോ ലോകങ്ങളുടെ ഉന്നത സ്ഥാനത്ത് തന്നെ പിതൃക്കൾക്ക് വേണ്ടിയും ലോകമുണ്ട്. നമ്മൾ പല ലോകങ്ങളില്ലേ, മുനിമാർക്കുള്ള ലോകമാണ് ബ്രഹ്മലോകം, അങ്ങനെയൊക്കെയുള്ള 14 ലോകങ്ങളിൽ ഒരു ഭാഗത്ത് പിതൃലോകവുമുണ്ട്. പിതൃലോകം എന്ന് വെച്ചാൽ നമ്മുടെ പിതൃക്കളുടെ ആസ്ഥാനം എന്നുവെച്ചാൽ, പിതൃക്കൾ എന്ന് പറയുന്നത് നമ്മുടെ പിതൃക്കളെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, പിതൃക്കളുടെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അവിടെ ഉണ്ട്, അവരെ സ്വീകരിക്കുന്നവരെ. അവിടുന്ന് പിന്നീട് ഭൂമിയിലേക്ക് വീണ്ടും തിരിച്ചു വരുവോ? ഇല്ല, അദ്ദേഹം പോയത്, അദ്ദേഹം അവരായിരുന്നു, യമരാജനായിരുന്നില്ലേ അദ്ദേഹം? ആരെ? വിതുരരെ. ഇവിടെ അതിന്റെ ആ പിതൃലോകത്തിന്റെ നായകൻ ആരാണ്? യമരാജനല്ലേ. അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റിയത് കൊണ്ടല്ലേ അദ്ദേഹം ഇവിടെ വരേണ്ടി വന്നത്. യമരാജൻ ആരെയാണ്? ഏത് മുനിയാണ്? ഏത് മുനി ശപിച്ചു യമരാജനെ? ആരെങ്കിലും പറയൂ. ശരി. ആ കഥ ആരും ശ്രദ്ധിച്ചില്ലേ? അപ്പോഴും ഞാൻ വെറുതെ കഥ പറയുകയാണോ നിങ്ങളോട്? മാണ്ഡൂകമുനി. മാണ്ഡൂക്യ എന്നും പറയും, മാണ്ഡൂകമുനി എന്നും പറയും. ആ ശാപം കിട്ടിയത് കൊണ്ടല്ലേ അദ്ദേഹത്തിന് തിരിച്ച് ഇവിടെ യമരാജനായിട്ട് ഇവിടെ വന്ന് നാട്ടിൽ വന്ന് ഈ ഭൂമിയിൽ വന്ന് കഷ്ടപ്പെടാൻ അദ്ദേഹം ആഗ്രഹിച്ചതല്ല, അദ്ദേഹത്തിന് വരേണ്ടി വന്നതാണ്. അങ്ങനെ ഒരു ശാപം അദ്ദേഹം ചെയ്ത ഒരു തെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വളരെ കൊച്ചു കുട്ടികൾക്ക് നിയമം ബാധകമാണോ എന്ന് മാണ്ഡൂക്യമുനി ചോദിക്കുന്നു. അവർക്കത് എക്സംഷൻ ഇല്ലേ എന്ന് ചോദിച്ചു.
ചോദിച്ചപ്പം ആ എക്സംഷൻ ഉണ്ടായിരുന്നു, അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല. അതിങ്ങനെ ഒരു ഒരിക്കലും ബാക്കി ആർക്ക് തെറ്റ് പറ്റിയാലും യമരാജന് തെറ്റ് പറ്റുകയില്ല, പറ്റരുത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്ക് അദ്ദേഹത്തിന് വന്നതാണ്. ഇത്രയും നാൾ ഇവിടെ വന്ന് എന്താണ് സ്ത്രീയുടെ മകനായി ജനിച്ചിട്ട് ഇവരുടെ എല്ലാ നമ്മൾ പറയത്തില്ലേ, ഇവരുടെ എല്ലാം വഴക്കും കേട്ട് ഇവിടെ നല്ല സ്ഥാനത്തായി ഇരിക്കുന്ന മന്ത്രിസ്ഥാനത്ത്, പക്ഷേ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ദുര്യോധനന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഹരികൃഷ്ണ പ്രഭു. പ്രഭു മാതാജി, ഇത് 3 പ്രളയത്തിലെ ആത്യന്തിക പ്രളയം വരുമ്പോൾ ഈ പറയുന്ന ലീഡേഴ്സ്, അതായത് ഇന്ദ്രൻ, അതുപോലെ തന്നെ യമരാജ്, ഇവരെല്ലാം ബ്രഹ്മാവിനോട് ചേർന്നിട്ട് വൈകുണ്ഠത്തിൽ പോകുന്നല്ലേ പറയുന്നത്? അവരെല്ലാം ബ്രഹ്മാവിനോട് ചേർന്നിട്ടങ്ങ് വൈകുണ്ഠത്തിൽ പോകും. എത്രയോ കാലഘട്ടം ഇവിടെ നിന്ന് കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് ആത്യന്തിക പ്രളയത്തിന് ശേഷം പ്രളയത്തിന് ശേഷമേ പോകത്തുള്ളൂ. അതുവരെ ഇവിടെ തന്നെ കാണും. അപ്പൊ ഇവിടുന്ന് നമ്മൾ ചെല്ലുന്നവരും നമ്മുടെ ആൾക്കാർ അവിടെ എത്തുന്നവരും ബ്രഹ്മലോകത്ത് എത്തുന്നവരും അദ്ദേഹത്തോട് കൂടി പോകും. നമ്മളെ എന്താണ് ഭക്തിയുത സേവനമൊക്കെ ചെയ്തിട്ട് നേരെ പോകാൻ പറ്റാതെ എന്ത് ചെയ്യുന്നവരെ, ഇതുവഴി ലോകങ്ങൾ കടന്നു പോകുന്നവരെ നമ്മളെ ആര് കൊണ്ടുപോകും? അപ്പോഴേ ദുർഗാദേവി അവിടെ കൊണ്ട് എത്തിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ അവിടെ കൊണ്ട് എത്തിക്കുമ്പോഴേ അവരും ബ്രഹ്മാവിനോടൊപ്പമാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇവർക്കെല്ലാം പോകാനുള്ള ഒരു അവസരമാണ് ബ്രഹ്മാവിനോടൊപ്പം പോകുന്നത്. മാതാജി എന്നൊരു വിദുരനാണ് പിതൃലോകത്തിൽ പോയതല്ലേ മാതാജി? വിതുരൻ എന്ന് പറയുന്ന ആരാണ് മാതാജി? ആരായിരുന്നു വിതുരര്? യമരാജന് പറ്റിയ ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് ഇവിടെ വന്ന് ശൂദ്രസ്ത്രീയുടെ മകനായിട്ട് ജനിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് തിരിച്ചു. അദ്ദേഹം പക്ഷേ ശുദ്ധഭക്തനായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കഥ പറഞ്ഞു. എന്താണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൃഷ്ണൻ ചെല്ലുന്നതും കൃഷ്ണനെ എന്താണ് പ്രസാദം കൊടുക്കുന്നതും ഭാര്യ പ്രസാദം കൊടുക്കുന്നതും പഴത്തിന് പകരം പഴത്തോല് കൊടുക്കുന്നതും അല്ല പഴത്തിന്റെ തോല് കൊടുക്കുന്നതും. അപ്പൊ കൃഷ്ണൻ പറയുന്നില്ലേ, എന്താണ് ഇത് എനിക്ക് യശോദാമ്മയ്ക്ക് അറിഞ്ഞൂടായിരുന്നു, പഴമാണ് ഞാൻ കഴിച്ചത്, അതിനേക്കാൾ എത്രയോ രസമാണ് ഈ തൊലിക്കുള്ളതെന്ന് ചോദിക്കുന്നു. അങ്ങനെ എന്നുവെച്ചാ വിതുരർ കയറി വരുമ്പോ വിതുരർ അങ്ങ് എളിപ്പനായി നിൽക്കുകയാണ്. അവരാണെങ്കിൽ ഒന്നും അറിയുന്നില്ല, ഭക്തിയോടുകൂടി കൊടുക്കുകയാണ്. തൊലി പഴം ഇങ്ങോട്ടും കളയുന്നു, തൊലി അങ്ങോട്ടും. അങ്ങനെ ഭക്തിയോടുകൂടി കൊടുക്കുമ്പോ അതും ഭഗവാൻ സ്വീകരിക്കും. എന്ത് കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കുമെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അവിടെ കഴിഞ്ഞ് ഇവരെല്ലാം തിരിച്ചു പോയി. അപ്പൊ നമുക്ക് ഇനി അടുത്തതിലേക്ക് കടക്കേണ്ട, അടുത്ത ശ്ലോകത്തിലേക്ക്, അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. 16ാമത്തെ ചാപ്റ്റർ. നമ്മൾ ഒത്തിരി നാളായി ഇത് തുടങ്ങിയിട്ടല്ലേ, പോവാതിങ്ങനെ തീരാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ ഇനിയും തെറ്റെന്തായിരുന്നു മാതാജി? എന്തോ യമരാജന് പറ്റിയ കുട്ടിയുടെ തെറ്റെന്തുവായിരുന്നു? അതൊരു കഥയാ മാതാജി. ഞാൻ പറഞ്ഞല്ലോ, കഥ പറയുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കാത്തത് എന്താണ്? കഥ എന്താണ്? എന്താണ് ഒരു മാണ്ഡൂക്യമുനിയുടെ കൊട്ടാരത്തെ കുടിലിരുന്ന് അദ്ദേഹം തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലെ കള്ളന്മാര് കയറി വരികയും കള്ളന്മാര് സാധനം കൊണ്ട് അവിടെ ആ കുടിൽ വെക്കുകയും അവരിറങ്ങി എവിടെയോ ഒളിച്ചിരിക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം രാജഭടന്മാര് വന്നിട്ട് അവരെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുകയാണ്. കള്ളന്മാരെ പിടിക്കാൻ വരികയാണ്. രാജഭടന്മാര് വന്നപ്പോഴെന്ത് സംഭവിച്ചു? ഈ നോക്കിയപ്പം എന്താണ് തോണ്ടി സാധനം എല്ലാം ഈ മുനിയുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. മുനിയാണെങ്കിൽ നല്ല മെഡിറ്റേഷനിൽ യാതൊന്നും അറിയാതിരിക്കുന്നു മുനിയെ. അപ്പോഴേ നോക്കി അവിടെ എല്ലാം ശ്രദ്ധിച്ചപ്പോ കള്ളന്മാരെയും കിട്ടി. അപ്പൊ കള്ളന്മാരും തോണ്ടിയും കിട്ടി. ഈ മുനി അവിടെ ഒന്നും അറിയാത്തവരിയ്ക്കുന്നു. അപ്പൊ മുനിയെ ഉണർത്തി. അങ്ങനെ ഈ മുനിയാണ് ഇതിന് കാരണക്കാരൻ. മുനിയെ കൂടി പിടിച്ച് എന്ത് ചെയ്തു? കൊണ്ടുപോവുകയാണ്. മുനിയെ കൂടി പിടിച്ചിട്ട് ഇവരെല്ലാം കള്ളന്മാരാന്നും പറഞ്ഞ് അവിടെ കൊണ്ടുപോയി അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ അങ്ങ് ഉപദ്രവിക്കുകയാണ്. എന്തെല്ലാം അപ്പം ആ ഉപദ്രവം കിട്ടി. ബാക്കി എല്ലാവരും മരിക്കുന്നു, മുനി മാത്രം മരിക്കുന്നില്ല. മുനിക്ക് ഭയങ്കര ദേഷ്യം. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ മെഡിറ്റേഷനിലിരുന്ന് എന്നെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിച്ചത് എന്നും പറഞ്ഞ് എന്ത് ചെയ്യുന്നു? അദ്ദേഹം യമരാജനെ കാണാൻ പോകുന്നു. അങ്ങനെ യമരാജനെ കണ്ടിട്ട് എന്ത് തെറ്റ് ഞാൻ ചെയ്തു എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ചെറുപ്പത്തിൽ എനിക്ക് ഞാൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോഴേ നീ കൊച്ചുകുട്ടിയായിരുന്നപ്പോഴേ എന്ത് ചെയ്തിരുന്നുണ്ട്? ആൻസിനെ പിടിച്ചിട്ട്, ഉറുമ്പുകളെ പിടിച്ചിട്ട് അതിനകത്ത് ഈർക്കിൽ കയറ്റി ഇങ്ങനെ കളിച്ചിട്ടുണ്ട്. അങ്ങനെ എത്ര പേര് എത്ര ജീവാത്മാക്കളെ നീ വധിച്ചിരുന്നു? അപ്പൊ അദ്ദേഹം ചോദിച്ചു, എത്ര വയസ്സിലാണ് ഞാൻ ഇത് ചെയ്തത്? നീ 5 വയസ്സിൽ. അപ്പം 8 വയസ്സിലോ താഴെ ഉള്ളവർക്ക് 10 തോന്നുന്നു.
താഴെ ഉള്ളവർക്ക് എന്താണ് ഈ തെറ്റ് ചെയ്താൽ അതിന് എന്തുണ്ട് പണിഷ്മെന്റ് ഇല്ല എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും നമുക്കറിയാമല്ലോ, കുട്ടികൾ തെറ്റ് ചെയ്താൽ അവരെ ദുർഗുണ പാഠശാലയിലേക്ക് അയക്കുകയല്ലേ ചെയ്യുന്നത്, അല്ലാതെ നേരിട്ട് കൊടുക്കുകയല്ലല്ലോ ശിക്ഷ. അതുപോലെ അന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു തെറ്റിനാണോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തിന് ദേഷ്യം വരികയും ശപിക്കുകയും ചെയ്തു. ആ ശാപം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇവിടെ വന്ന് ജനിക്കേണ്ടതായിട്ട് വന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളെ ഇനി അടുത്ത ഇതിലേക്ക് പോകാൻ സമയമില്ല, 10 മിനിറ്റേ ഉള്ളൂ. അടുത്ത ഇതിനകത്തിനും പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. പിന്നെ ഇത് പരീക്ഷിത് മഹാരാജാവ് എങ്ങനെയാണ് കലിയെ സ്വീകരിച്ചത് എന്നുള്ളതാണ് നമ്മളിനി കാണാൻ പോകുന്നത്, അല്ലെ? പരീക്ഷിത് മഹാരാജാവ് എങ്ങനെയുള്ള ആളായിരുന്നു, പരീക്ഷിത് മഹാരാജാവ് എങ്ങനെയാണ് കലിയെ സ്വീകരിക്കുന്നത് എന്നൊക്കെ നമ്മളിവിടെ പഠിക്കാൻ പോവുകയാണ്. അപ്പൊ പരീക്ഷിത് മഹാരാജാവ് ഒരു ഐഡിയൽ റൂളറായിരുന്നു. അതുപോലെ കലി വന്ന അവസരത്തിൽ, കലിയുടെ കാലമായി എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ രാജ്യത്തിലേക്ക് കടക്കാൻ അനുവദിച്ചില്ല, കലിക്ക് പ്രാധാന്യം കൊടുത്തില്ല. അത് നമ്മളിവിടെ കാണും. അതുപോലെ പരീക്ഷിത് മഹാരാജാവ് ആരുടെ മകനായിരുന്നു? ആരെങ്കിലും പറയൂ. അഭിമന്യുവിന്റെയും ഉത്തരയുടെയും മകനായിരുന്നു. പരീക്ഷിത് മഹാരാജാവിന് എത്ര മക്കളുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രതിമിന്ദ്യ, ശ്രുതസോമ, ശ്രുതകർമ്മ, ശതാനീക, ശ്രുതസേന, ഇത്രയും പേരാ ഉണ്ടത്. അതിൽ നമുക്കെല്ലാം അറിയാവുന്നത് ആരെയായിരുന്നു? സോറി, ഇത് ആരുടെ മക്കളാ? പാഞ്ചാലിയുടെ മക്കളാണ്. സോറി, ഇദ്ദേഹത്തിന്റെ മക്കൾ എന്ന് പറയുന്നത് ജനമേജയൻ. ജനമേജയനാണ് ഏറ്റവും മൂത്ത മകൻ. പിന്നെ ഉഗ്രസേനൻ, ഭീമസേനൻ, ശ്രുതസേനൻ. അപ്പൊ ഞാൻ ഈ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചോ. 5 സൺസ് ഓഫ് പാഞ്ചാലി ഏതെങ്കിലും സമയത്ത് നമ്മൾ അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയും എന്താണ് പ്രതിബിന്ധ്യൻ, ശ്രുതസോമൻ, ശ്രുതകർമ്മൻ, ശതാനീകൻ, ശ്രുതസേനൻ. എന്തുകൊണ്ടോ എന്റെ മനസ്സിൽ അത് വന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ, പരീക്ഷിത് മഹാരാജാവിന്റെ ഭാര്യയുടെ പേര് എന്തായിരുന്നു? ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത് അമദ്രാവതി, അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ ഏതാണ് സർപ്പസത്രമൊക്കെ നടത്തിയത് ആരാ? ജനമേജയൻ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം ഒരു ഐഡിയൽ റൂളറായിരുന്നു. അപ്പൊ മാതാജി ഒന്നുകൂടെ ആ പേര് പറഞ്ഞേ, പരീക്ഷിത് മഹാരാജാവിന്റെ മക്കളുടെ പേര്. ജനമേജയൻ, ഉഗ്രസേനൻ, ഭീമസേനൻ, ശ്രുതസേനൻ. അദ്ദേഹം അതുപോലെ ജനന സമയത്തെ യുധിഷ്ഠിര മഹാരാജാവാണ് ഹൊറോസ്കോപ്പ് നോക്കിക്കുന്ന ജാതകം പരിശോധിപ്പിക്കുമ്പോഴേ എല്ലാ വൈശിഷ്ട്യങ്ങളും നിറഞ്ഞ ആളായിരിക്കും പരീക്ഷിത് മഹാരാജാവ് എന്ന് പറഞ്ഞിരുന്നു. എല്ലാ വൈശിഷ്ട്യ ഗുണങ്ങളും അങ്ങനെ ആ വൈശിഷ്ട്യങ്ങളെല്ലാം പരീക്ഷത്തിൽ ദർശിക്കാൻ കഴിയുകയും ചെയ്തു. അത്രമാത്രം അവസാനമായിട്ട് ആ പ്രപഞ്ചത്തെ മുഴുവൻ ഒന്നാക്കി ഭരിച്ച ആൾ കൂടിയായിരുന്നു ആരെ? ഈ പരീക്ഷിത് മഹാരാജാവ്. യഥാർത്ഥ ഗുണം അത് ഭഗവത് ഭക്തനായിരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഗുണം എന്ന് പറയുന്നത്. അതുപോലെ മഹാഭാഗവതനായിരുന്നു. മഹാഭാഗവതനായിരുന്നു അദ്ദേഹം. അതുപോലെ ഭക്തിശാസ്ത്രത്തിൽ വളരെ വിദഗ്ധനായിരുന്നു അദ്ദേഹം. അങ്ങനെ ആ വൈദഗ്ധ്യം കാരണം മറ്റുള്ള ജനങ്ങളെയും അതുപോലെ മഹാഭാഗവതന്മാരാക്കിയില്ലെങ്കിലും ഭഗവത് ഭക്തരാക്കാൻ അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹത്തിനുണ്ടായ ആ ഒരു ചിന്താഗതി, അദ്ദേഹത്തിന്റെ ആ മനസ്സിന്റെ വൈശിഷ്ട്യ ഗുണം അദ്ദേഹത്തിന്റെ രാജ്യത്തിലെ ജനങ്ങളെയും ഭഗവത് ഭക്തരാക്കി മാറ്റി. അപ്പം അതുപോലെ വേദശാസ്ത്രങ്ങളിൽ എന്തെല്ലാം നിർദ്ദേശിച്ചിട്ടുണ്ടോ അങ്ങനെ അതിനെ എല്ലാം അറിയാവുന്ന ഉത്കൃഷ്ട പ്രമാണികാരുടെ, ഉത്കൃഷ്ടത നിറഞ്ഞ ആൾക്കാരുടെ നിർദ്ദേശമനുസരിച്ചാണ് അദ്ദേഹം രാജ്യം ഭരിച്ചത്. അപ്പം രാജ്യം ഭരിക്കണം. ഇന്നും നമുക്കറിയാം, ഇപ്പം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും ശരി, കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും ശരി, പ്രധാനമന്ത്രിയെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ഭരണ സംവിധാനം, അതുപോലെ കുറച്ച് ആൾക്കാരെ, അദ്ദേഹത്തിന് വിശ്വാസമുള്ള ആൾക്കാരെ അദ്ദേഹത്തിനെ സഹായിക്കുന്നതിന് ഉണ്ടാകും. ഏതായാലും പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും. അപ്പൊ നമുക്ക് വിശ്വാസം വേണമല്ലോ, ഭരിക്കുന്ന ആളിന് വിശ്വാസം. ഇവിടെ പക്ഷേ എന്താണ് ഉണ്ടായിരുന്നത്? ഏറ്റവും ഉന്നതരായിട്ട് വേദശാസ്ത്രങ്ങളിൽ എല്ലാ
എല്ലാ കാര്യങ്ങളും അറിയാകുന്നവരായിട്ടുള്ള ഉത്കൃഷ്ടരായ പ്രമാണിമാർ എന്തെല്ലാം പറയുന്നു അതിനെ അനുസരിച്ചാണ് അദ്ദേഹം ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന് യാതൊരു പേഴ്സണൽ ഡിസൈഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജനങ്ങളെ എന്നുവെച്ചാൽ ജീവജാലങ്ങളെ മൊത്തം, മനുഷ്യരെ മാത്രമല്ല അദ്ദേഹം സഹായിച്ചത്, ജീവജാലങ്ങൾക്കെല്ലാം അദ്ദേഹം സ്വന്തം പിതാവായിരുന്നു. ആരെ? പരീക്ഷിത് മഹാരാജാവ്. അപ്പം അതുപോലെ അക്കാലം അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നു യാജ്ഞവൽക്യ മഹർഷിക്ക്, അതുപോലെ പരാശര മഹർഷിക്ക്, അതുപോലെ മറ്റു മഹർഷി ശ്രേഷ്ഠന്മാരെല്ലാം നിയമസംഹിത ഉണ്ടാക്കി ഭരിക്കാൻ നൽകിയിരുന്നു. നേരത്തെ തന്നെ നന്നായി ഭരിച്ചിരുന്ന, ലോകത്തെ മുഴുവൻ നന്നായി ഭരിച്ചിരുന്ന യുധിഷ്ഠിര മഹാരാജന്റെ പാത അതുപോലെ പിന്തുടരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കാരണം യുധിഷ്ഠിര മഹാരാജാവിന് അദ്ദേഹത്തെ ആരാക്കുന്നത്? യുധിഷ്ഠിര മഹാരാജാവ് പോകുമ്പം ആരെ രാജാവാക്കിയിട്ടാ പോകുന്നത്? പരീക്ഷിത് മഹാരാജാണ് അല്ലെ, പരീക്ഷിത്. അങ്ങനെ നിയമസംഹിത ഉണ്ടാക്കി കൊടുത്തിരുന്നു. ആ നിയമസംഹിത അനുസരിച്ചാണ് അദ്ദേഹം ഭരിച്ചിരുന്നത്. അപ്പൊ അത് പൂർണ്ണമായിരുന്നു, ഉന്നത നിലവാരത്തിലുള്ളതായിരുന്നു, നിലവാരം ഉന്നതമായിട്ടുള്ളതായിരുന്നു, പ്രാമാണികവും ആയിരുന്നു. അങ്ങനെ അത് എങ്ങനെയാണ്, ഏത് രീതിയിലുള്ള ഭരണ സംവിധാനമാണ് കൈയാളിക്കൊണ്ട് ഇരുന്നത് എന്നുള്ളതാണ്. അപ്പം പ്രത്യേക ഉപദേശക സമിതി ഉണ്ടായിരുന്നു. അതുപോലെ ഋഷിശ്രേഷ്ഠന്മാർ വളരെ സമർത്ഥരായ ആൾക്കാരായിരുന്നു. ബ്രാഹ്മണരെ പ്രത്യേകം, ഗോബ്രാഹ്മണ ഹിതായച നമ്മൾ എന്നും പറയുമില്ലേ, പശുക്കളെയും ബ്രാഹ്മണരെയും ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ ആ ഒരു അവരെ പശുക്കൾക്കും ജീവജാലങ്ങൾക്കും മൊത്തം ഒരുപോലെ പ്രാധാന്യം നൽകിയിരുന്നു. അതുപോലെ ബ്രാഹ്മണർക്ക് ഏറ്റവും ഉന്നതമായ സ്ഥാനം നൽകിയിരുന്നു. അങ്ങനെ ഇനിയും ഈ ഋഷിമാരോ ഈ ഉപദേശക സമിതിയിൽപ്പെട്ടവരോ, ഇന്ന് നമുക്കറിയാം ഉപദേശക സമിതിയിൽപ്പെട്ടവർക്ക് എത്രയാണ്, ലക്ഷങ്ങളാണ് ശമ്പളം, അല്ലെ? എത്ര കിട്ടിയാലും അവർക്ക് മതിയായില്ല, വീണ്ടും വീണ്ടും കൂട്ടി വാങ്ങാൻ. കാരണം എന്താണ്? ഭരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് വേണ്ട രീതിയിൽ ശമ്പളം ചോദിക്കുന്നത് കൊടുക്കണം, സാലറി. പക്ഷെ ഇവിടെ എന്താണ്, അവർക്ക് യാതൊരു പ്രതിഫലവും അവർ ഇച്ഛിച്ചിരുന്നില്ല, ഒന്നും കൊടുക്കേണ്ടിയും വന്നില്ല. അദ്ദേഹത്തിന് വേണ്ട സമയത്ത് ഉപദേശം നൽകിക്കൊണ്ടേയിരുന്നു. അപ്പൊ അതുപോലെ പിന്നെ സമദർശിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് സമഭാവനയോടാണ് അദ്ദേഹം പെരുമാറിയിരുന്നത് എന്ന് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പം ഭഗവാൻ എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രഹ്മാവിന്റെ ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ കൃഷ്ണൻ ഇവിടെ നേരിട്ട് വരികയുള്ളൂ, അല്ലെ? അപ്പം ആ ഭഗവാന്റെ വരവോ, ഭഗവാൻ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അവൾക്കൊക്കെ ഭാഗ്യമുണ്ടായി. എന്താണ്? ഭഗവാൻ വന്നിട്ട് പോയ സമയത്ത് ഭരിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ആ ഒരിത് നമുക്കും ഭാഗ്യമുണ്ട്. കാരണം എന്താ? നമ്മളും ഭഗവാൻ വന്നിട്ട് പോയതിനു ശേഷം നമ്മളിപ്പോ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ഭഗവാൻ വന്നിട്ട് പോയി, അത് ദ്വാപരയുഗത്തിലായിരുന്നു. എങ്കിലും പിന്നെ ഭഗവാന് തുല്യനായി ആര് വന്നേച്ചു പോയി? ആരാണ് വന്നിട്ട് പോയത്? മഹാപ്രഭു വന്നിരിക്കുന്നു, അല്ലെ? ഭഗവാൻ വന്നിട്ട് പോയി, അതുപോലെ മഹാപ്രഭുവും വന്നിട്ട് പോയി. അപ്പൊ ആ ഒരു ഭാവം നമ്മൾ എപ്പോഴും ആ ഉപദേശത്തിൽ നിന്നൊക്കെ കിട്ടിയ ഉപദേശവും അവരുടെ പ്രവൃത്തികളും നമ്മള് മനസ്സിലാക്കണം. അതുപോലെ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ സ്ഥാനീയ അംശമായിട്ട് പരമാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ചിന്താഗതി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു രീതിയിൽ ഇവിടെ രാജാവ് വളരെ നല്ല ഭരണം കാഴ്ചവെച്ച ആളായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ എവിടെയും ബ്രഹ്മൻ എന്ന ഭാവത്തെ അദ്ദേഹം എവിടെയും ദർശിച്ചു. എന്തോ ബ്രഹ്മൻ എന്ന ഭാവം? ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാത്മാവാണോ മാതാജി? ഭഗവാൻ അല്ല, ഏറ്റവും ബൃഹത്തായിട്ടുള്ളത് എന്നാണ് ബ്രഹ്മം എന്ന വാക്കിന്റെ അർത്ഥം. ഏറ്റവും വലുത് എന്നുവെച്ചാൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ, അതിൽ വലുതില്ല എന്നുള്ളതാണ് ബ്രഹ്മൻ. അത് എന്ത് ചെയ്യുന്നു? അതിനെ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? അതിസൂക്ഷ്മമായിട്ട് ദർശിക്കാൻ കഴിയും. മനസ്സുകൊണ്ട് മാത്രമേ നമുക്ക് ദർശിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ ഏറ്റവും ഉന്നതമായിട്ടുള്ളത്, ഏറ്റവും വലുത്, എല്ലാത്തിനെയും നടത്തിക്കൊണ്ടു പോകുന്നത്, അത് കൂടെ ഉണ്ട് എന്നുള്ള ഭാവം രാജാവിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഏറ്റവും പരമമായിട്ടുള്ളത്, സകലതിനെയും നടത്തിക്കൊണ്ടു പോകുന്നത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമുക്കറിയാം, ഇതിപ്പം ഭഗവാനാണ് കൃഷ്ണനാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു ശ്ലോകം ഉണ്ടല്ലോ. ഏത് ശ്ലോകമാ?
ആർക്കെങ്കിലും പറയാമോ? കൃഷ്ണനിൽ നിന്നാണ് എല്ലാം വന്നിരിക്കുന്നത്, ഏറ്റവും ബൃഹത്തായതിൽ നിന്നാണ് എല്ലാം വന്നിരിക്കുന്നത് എന്ന് പറയുന്ന ശ്ലോകം ഏതാ? സംഹിതയിലാണോ മാതാജി? ഇതോ ഏതിൽ നിന്നാ? കൃഷ്ണനിൽ നിന്നാണ് എല്ലാം വന്നിരിക്കുന്നത്. ഞാൻ പറയും, എപ്പോഴും നിങ്ങളത് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതാ. ഏതേ ചാംസ കലാപുംസ കൃഷ്ണസ്തു ഭഗവൻ സ്വയം സർവസ്യജാഹം ഹൃദി സന്നിവിഷ്ടോ. അത് അവിടെ ഈ മറ്റതിൽ പറയുന്നുണ്ട്. ഇവിടെ എന്ത് പറയുന്നുണ്ട്? ഭഗവാനിൽ നിന്നാണ് പ്രഭാസ ആ ഒരു ഇത് ആ ശ്ലോകം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. യഥേച്ഛാംശ കലാപുംസ കൃഷ്ണസ്തു ഭഗവൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ എന്ന് ഉള്ള ആ ശ്ലോകം. പരിഭാസ സൂത്രം എന്നാണ് അതിനെ പറയുന്നത്, പരിഭാസ സൂത്രം. ഹരേ കൃഷ്ണ. നമുക്ക് സമയമായി കഴിഞ്ഞു. പ്രഭു ഇപ്പൊ തിരുത്തി വെച്ചിരിക്കുകയാണ്. പ്രഭു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 1:4 തോന്നുന്നു. ഇത് ഇന്നലെ മാതാജി പറഞ്ഞതാ, മറ്റേ ഈ ഗീത ട്യൂഷനില്. ഇത് ഭഗവത്ഗീതയിലല്ല, ഇത് ഭാഗവതത്തിലെയാണ്. ഏതേ ചാംശകലാപുംസ മാതാജി ഇതും പറഞ്ഞു ഈ ശ്ലോകം. ഭഗവൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി എന്ന് വെച്ചാൽ അതിൽ അതിനെ ചുറ്റിപ്പറ്റിയാണ്. അതിനെക്കുറിച്ച് ഞാൻ ഇനി അടുത്ത ദിവസം പറയാം. ആ ഒരു ശ്ലോകത്തെ ചുറ്റിപ്പറ്റിയാണ് സർവ്വതും നിലകൊള്ളുന്നത് എന്നുള്ളത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മുടെ സമയമായിരിക്കണോ? ഹരേ കൃഷ്ണ. എല്ലാരും വരിക. മാതാജിയോട് ആദരവ്